സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് SSCRT ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരിക്കുന്നത് സോഷ്യൽ സയൻസിൽ നിന്നുമുള്ള 10ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ നിന്നുമുള്ള അധ്യായമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ്, അതുകൊണ്ട് തന്നെ മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി എന്തായിരുന്നു? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് വിഭജനവും അതേ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹവുമാണ്. വിഭജനവും അതേ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹവുമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞത് ആരാണ്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ഇപ്രകാരം പറഞ്ഞത് ആരുടെ മരണത്തെക്കുറിച്ചാണ് എന്നും ചോദിക്കാം. ആരുടെ മരണത്തെക്കുറിച്ചാണ്? ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ചാണ്. ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വെച്ച് നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് ഗാന്ധിജി മരിച്ചു. ഗാന്ധിജി കൊല്ലപ്പെട്ട ദിവസം 1948 ജനുവരി 30-നാണ്. 1948 ജനുവരി 30-ന് ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വെച്ച് നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റാണ് ഗാന്ധിജി മരിച്ചത്. കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല ആർക്കായിരുന്നു? കേന്ദ്ര മന്ത്രിസഭയിൽ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായ മലയാളി VP മേനോനാണ്. VP മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനുള്ള ലയന കരാർ തയ്യാറാക്കിയത് ആരൊക്കെ ചേർന്നാണ്? നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനായുള്ള ലയന കരാർ തയ്യാറാക്കിയത് VP മേനോനും സർദാർ വല്ലഭായ് പട്ടേലും ചേർന്നാണ്. ലയന കരാർ തയ്യാറാക്കിയത് ആരൊക്കെ ചേർന്നാണ്? VP മേനോനും സർദാർ വല്ലഭായ് പട്ടേലും. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ യൂണിയനിൽ ചേരാനായിട്ട് വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നിവയാണ്. ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നീ നാട്ടുരാജ്യങ്ങളാണ് ആദ്യം ഇന്ത്യൻ യൂണിയനിൽ ചേരാനായിട്ട് വിസമ്മതിച്ചത്. VP മേനോന്റെ ജന്മസ്ഥലം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലമാണ്. VP മേനോന്റെ ജനിച്ച വർഷം 1894 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് VP മേനോൻ ജനിച്ചത്. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ച മലയാളി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? VP മേനോനാണ്. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ച മലയാളി ആരാണ്? VP മേനോൻ. VP മേനോൻ ഒറീസയിൽ ഗവർണറായിട്ട് ചുമതലയേറ്റ വർഷം ഏതാണ്? VP മേനോൻ ഒറീസയിൽ എവിടെയാണ്? ഒറീസയിൽ ഗവർണറായിട്ട് ചുമതലയേറ്റ വർഷം ഏതാണ്? 1952 ആണ്. 1952. പോയിന്റ്സ് ഒക്കെ മനസ്സിലാക്കി വെക്കുക. മാച്ച് ദ ഫോളോയിങ്, അതുപോലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു അധ്യായമാണ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ്. ഗ്രന്ഥങ്ങളുടെ പേരെന്താണ്? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? VP മേനോൻ ആണ്. അതുപോലെ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥം ആരുടേതാണ്? VP മേനോന്റേതാണ്. ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശങ്ങളായിരുന്ന പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം എന്നിവ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം ഏതാണ്? ഇപ്പൊ ചോദിക്കാം, പോണ്ടിച്ചേരി ഏത് രാജ്യത്തിന്റെ അധിനിവേശ പ്രദേശമായിരുന്നു? അതുപോലെ കാരയ്ക്കൽ, മാഹി, യാനം ഇത് ഏതെങ്കിലും തന്നിട്ട് ഏത് രാജ്യത്തിന്റെ അധിനിവേശ പ്രദേശമായിരുന്നു എന്നൊക്കെ ചോദിക്കാവുന്നതാണ്. ഇതെല്ലാം
ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം ഏതാണ്? 1954 ഇപ്പൊ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശങ്ങളായിരുന്ന പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം എന്നിവ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം ഏതാണ്? 1954. അടുത്ത ചോദ്യം നോക്കാം. പോർച്ചുഗലിന്റെ അധിനിവേശ പ്രദേശങ്ങളായിരുന്ന ഗോവ, ദാമൻ, ദിയു ഏതൊക്കെയാണ് പോർച്ചുഗലിന്റെ അധിനിവേശ പ്രദേശങ്ങളായിരുന്നത്? ഗോവ, ദാമൻ, ദിയു എന്നിവ. അപ്പൊ ഗോവ, ദാമൻ, ദിയു എന്നിവ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത് ഏത് വർഷമാണ്? 1961. അപ്പൊ പോർച്ചുഗലിന്റെ അധിനിവേശ പ്രദേശങ്ങളായിരുന്ന ഗോവ, ദാമൻ, ദിയു എന്നിവ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം 1961. ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിനുള്ള അടിത്തറയായത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിലുള്ള അടിത്തറ എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്? ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയാണ് ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിനുള്ള അടിത്തറയായത്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം. എന്തിന്റെ നിർദ്ദേശപ്രകാരം? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം ഏതാണ്? 1946. അപ്പൊ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം 1946. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് BR അംബേദ്കർ ആണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. 1950 ജനുവരി 26. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്ന് ചോദിക്കാം. ഇന്ത്യ റിപ്പബ്ലിക് ആയതെന്നാണ്? 1950 ജനുവരി 26-നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്. 1950 ജനുവരി 26. ഭരണഘടനാനുസൃതമായി ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന കാലയളവ്. ഇതും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഭരണഘടനാനുസൃതമായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന കാലയളവ് എന്ന് പറയുന്നത് 1951-52 കാലയളവിലാണ് ഭരണഘടനാനുസൃതമായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? അപ്പൊ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാനായിട്ട് തീരുമാനിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ്? 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാനായിട്ട് തീരുമാനിച്ചത്. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം. തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം നടത്തിയത് ആരാണ്? തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായിട്ട് നിരാഹാരം നടത്തിയത് ആരാണ്? പോട്ടി ശ്രീരാമലു ആണ്. തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട് ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായ വർഷം ഏതാണ്? 1953-ലാണ്. 1953-ലാണ് തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട് ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. ആദ്യമായിട്ട് PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരൊക്കെ ഈ ചോദ്യങ്ങൾ മസ്റ്റായിട്ടും പഠിക്കണം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്ന ചോദ്യം എല്ലാ പരീക്ഷയിലും കാണുന്ന ഒരു ചോദ്യമാണ്. ആരാണ്? ഫസൽ അലിയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? HN കുൻസ്രു, അതുപോലെ മലയാളിയായ KM പണിക്കർ. അധ്യക്ഷൻ ഫസൽ അലി, അംഗങ്ങളായിരുന്നത് HN കുൻസ്രു, മലയാളിയായ KM പണിക്കർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാണ്?
1956 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1956. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങൾ എത്ര? അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എത്ര സംസ്ഥാനങ്ങളാണ്? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്നത്. 14 സംസ്ഥാനങ്ങൾ, 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം, കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം, ഇത് രണ്ടും കമന്റ് ചെയ്യുക. ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന സമ്പദ് വ്യവസ്ഥ ഏതാണ്? ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന സമ്പദ് വ്യവസ്ഥ ഏതാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. 1950 മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ. ഗുൽസാരിലാൽ നന്ദയായിരുന്നു ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആയിരുന്നത്. അപ്പൊ ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ. ഗുൽസാരിലാൽ നന്ദ വൈസ് ചെയർമാൻ ആയിരുന്ന ആസൂത്രണ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ടി കൃഷ്ണമാചാരി, CD ദേശ്മുഖ് എന്നിവരായിരുന്നു. ചെയർമാൻ ജവഹർലാൽ നെഹ്റു, വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ, മറ്റ് അംഗങ്ങളായിരുന്നത് ടി കൃഷ്ണമാചാരി, CD ദേശ്മുഖ് എന്നിവരായിരുന്നു. ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നുമാണ്? ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടത് സോവിയറ്റ് യൂണിയന്റെ ഭരണഘടനയിൽ നിന്നുമാണ്. ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നുമാണ്? സോവിയറ്റ് യൂണിയന്റേതിൽ നിന്നുമാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ. പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ച വർഷം ഏതാണ്? പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് 1951-ലാണ്. 1951-ലാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ ശക്തി. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയത് സോവിയറ്റ് യൂണിയൻ ആണ്. അടുത്തത് എന്താണ്? ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാലയ്ക്ക് സഹായം നൽകിയതും സോവിയറ്റ് യൂണിയൻ ആണ്. അപ്പോൾ ഏതൊക്കെയാണ്? ഭിലായ് ഇരുമ്പുരുക്ക് ശാലയ്ക്ക് സഹായം നൽകിയത് സോവിയറ്റ് യൂണിയൻ ആണ്. ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയത് സോവിയറ്റ് യൂണിയൻ ആണ്. അടുത്തത് റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയത് ആരാണ്? റൂർക്കേലയ്ക്ക് ജർമ്മനിയാണ് സഹായം നൽകിയത്, ജർമ്മനി. ദുർഗാപൂർ ഇരുമ്പുരുക്ക് ശാലയ്ക്ക് വ്യവസായം നൽകിയത് ആരാണ്? ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയതാരാണ്? ബ്രിട്ടനാണ്. ഭിലായ്, ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ബക്രാനങ്കൽ പദ്ധതി. ബക്രാനങ്കൽ പദ്ധതിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി. ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയവര് ആരൊക്കെയാണ്? ഹോമി ജഹാംഗീർ ബാബ, അതുപോലെ SN ഭട്നാഗർ എന്നിവരാണ് ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിക്ക് നേതൃത്വം നൽകിയത്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിന് നേതൃത്വം കൊടുത്തത് ഹോമി ജഹാംഗീർ ബാബയാണ്. ഇന്ത്യൻ ആണവോർജ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ഇന്ത്യൻ ആണവോർജ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ഹോമി ജഹാംഗീർ ബാബ. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായ വർഷം. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി
രൂപീകൃതമായ വർഷം 1962 ആണ്. 1962. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO രൂപീകൃതമായത് 1969. ISRO രൂപീകൃതമായത് 1969. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയാണ്. തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം. ആര്യഭട്ട വിക്ഷേപിച്ചത് 1975. 1975. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തുമ്പയിലാണ്. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പി എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ് ആണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയായിരുന്നു? ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം ആണ്. APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 1 വിക്ഷേപിക്കപ്പെട്ടത് എന്നാണ്? ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22. 2008 ഒക്ടോബർ 22. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകമാണ് മംഗൾയാൻ. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേര് മംഗൾയാൻ. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരാണ് മംഗൾയാൻ. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ആരുടെ വാക്കുകളാണ്? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്നത് ആരുടെ വാക്കുകളാണ്? ഡോക്ടർ DS കോത്താരി. ഡോക്ടർ DS കോത്താരിയുടെ വാക്കുകളാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്നത്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരണത്തെക്കുറിച്ച് ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. 1948 ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരണത്തെക്കുറിച്ച് ശുപാർശ ചെയ്തത്. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണമെന്ന് ശുപാർശ ചെയ്തത് ആരാണ്? സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ. 1952 ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷനാണ് സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്തത് ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. 1964 ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്തത്. ദേശീയ വിദ്യാഭ്യാസ നയം NPE നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ രൂപീകൃതമായ വർഷം 1986 ആണ്. ദേശീയ വിദ്യാഭ്യാസ നയം NPE നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ രൂപീകൃതമായത് 1986 സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. മൗലാന അബ്ദുൽ കലാം ആസാദാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നത്. ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 11. നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ കൃതിയാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ കൃതിയാണ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ കൃതിയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത്. ഇന്ത്യ ഗവൺമെന്റ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിക്കൊണ്ട് നിയമം പാസാക്കിയ വർഷം ഏതാണ്? 2009. 2009 ഇന്ത്യ ഗവൺമെന്റ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിക്കൊണ്ടുള്ള നിയമം പാസാക്കിയത്. അടുത്ത ചോദ്യം, സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതി രാജ്യത്ത് നടപ്പാക്കിയ വർഷം. സമഗ്ര ശിക്ഷ അഭിയാൻ 2018. 2018.
കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള സർവശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ തുടങ്ങിയവ സംയോജിപ്പിച്ച് രൂപീകൃതമായ പദ്ധതിയാണ് സമഗ്ര ശിക്ഷ അഭിയാൻ. അപ്പൊ സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതി 2018 സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതി 2 പദ്ധതികൾ സംയോജിപ്പിച്ച് രൂപീകൃതമായതാണ്. അത് ഏതൊക്കെ പദ്ധതികളാണ്? സർവശിക്ഷ അഭിയാനും രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ. ഈ 2 പദ്ധതികൾ സംയോജിപ്പിച്ചിട്ട് രൂപീകൃതമായ പദ്ധതിയാണ് സമഗ്ര ശിക്ഷ അഭിയാൻ. വർഷം 2018. സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് രൂപീകൃതമായ വർഷം 1979. 1979 സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് രൂപീകൃതമായത്. 1979. സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യക്ക് അകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണത്തിന് രൂപീകൃതമായ സ്ഥാപനമാണ് ലളിതകലാ അക്കാദമി. ഇന്ത്യക്ക് അകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണത്തിന് രൂപീകൃതമായ സ്ഥാപനമാണ് ലളിതകലാ അക്കാദമി. സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ന്യൂഡൽഹി. അടുത്ത ചോദ്യം, ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ടത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ടത് ഇന്ത്യയും ചൈനയും തമ്മിലാണ്. ഇന്ത്യയും ചൈനയും. ജവഹർലാൽ നെഹ്റു ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായുമായിട്ട് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട വർഷം ഏത് എന്ന് ചോദിക്കാറുണ്ട്. 1954. അപ്പം ആരൊക്കെ ചേർന്നാണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ടത്? നമ്മുടെ ജവഹർലാൽ നെഹ്റു, അതുപോലെ ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടു. വർഷം ഏതാണ്? 1954. അപ്പം ഈ പഞ്ചശീല തത്വങ്ങൾ ഏതൊക്കെയാണെന്നും കൂടി അറിഞ്ഞിരിക്കുക. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊക്കെ ഇത് പ്രതീക്ഷിക്കാവുന്നതാണ്. നോക്കാം. രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. അതിർത്തി, പരമാധികാരം പരസ്പരം അംഗീകരിക്കുക. പരസ്പരം ആക്രമിക്കാതിരിക്കുക. ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക. സമത്വവും പരസ്പര സഹായവും പുലർത്തുക. സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. അപ്പോൾ പഞ്ചശീല തത്വങ്ങൾ ഏതൊക്കെയാണ്? രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക എന്നിവയാണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത്. ഇന്ത്യയും ചൈനയുമായിട്ടാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും അതുപോലെ ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായും 1954 ഈ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. 10ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന ചാപ്റ്ററിൽ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ നോക്കിയത്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുക. തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എല്ലാ പരീക്ഷയ്ക്കും ചോദ്യങ്ങളും ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്